മാനുഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതോടുകൂടി തന്നെ ജാതി പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് ശരിക്കും അംബേദ്കർ കുറിച്ചുള്ള ഒരു പഠനത്തിലൂടെയാണ് അത് ശരിക്കും ആരംഭിക്കുന്നത്. യഥാർത്ഥം സംഭവിക്കുന്നത്, ഞാൻ ഒരു മഹാരാഷ്ട്രയിൽ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയപ്പോൾ അവിടുത്തെ ദളിത് പ്രാന്തർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്രൂപ്പ് ഇതുണ്ട്. ഈ ബ്ലാക്ക് പാന്തർ, അമേരിക്കയിലൊക്കെയുള്ള ബ്ലാക്ക് പാന്തർ ഗ്രൂപ്പിൻ്റെ വേറൊരു മാതൃകയായിട്ട് ദളിത് പാന്തർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ ചിലരെ കാണാനിടയായി. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഒരു സമീപന രീതിയിലുള്ള ബേസ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ അംബേദ്കറുടെ സിദ്ധാന്തങ്ങളാണെന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ അംബേദ്കർ ബ്രിട്ടീഷ് ഏജൻ്റാണെന്നൊക്കെ പ്രചരിപ്പിച്ചണക്കുണ്ട്. പക്ഷേ അതങ്ങനെ വിശ്വസിച്ചുകൊണ്ടല്ല, എങ്കിൽ തന്നെയും ഒരു അവഗണനയായിരുന്നു. അംബേദ്കർ അങ്ങനെ പഠിക്കേണ്ട ഒരാളൊന്നുമല്ല എന്നുള്ളത്. അപ്പോൾ ഇവരിത് പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്കത് പ്രധാനമായിട്ടും അംബേദ്കറെക്കുറിച്ചൊന്നും കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അങ്ങനെ എന്നിട്ട് പാർട്ടിയിൽ നിന്നൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട്, ഒരു സബ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി, മുരളിയൊക്കെ ഉൾപ്പെടെയുള്ള ഗുജറാത്തിൽ നിന്നുള്ളൊരു വികാസ്, മഹാരാഷ്ട്രയിലത്തെ വിലാസ്, അങ്ങനെ 3 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി പഠിക്കാൻ ഏൽപ്പിക്കുന്നു. അവർ 6 മാസം കൊണ്ട് പഠിച്ച് റിപ്പോർട്ടൊക്കെ അവതരിപ്പിക്കുന്നു. അങ്ങനെ ബലത്തിൽ അംബേദ്കറെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ചൈനയിൽ മാവോ സൺയാറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ പിതാവ്, ചൈനയിലെ ജനാധിപത്യത്തിൻ്റെ പിതാവ് എന്നുള്ള സ്ഥാനമാണ് സൺയാറ്റ്സിന് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് അംബേദ്കറെയാണ് എന്നുള്ള നിഗമനത്തിൽ ഞങ്ങളന്ന് എത്തിച്ചേരുന്നുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചുള്ളൊരു ലേഖയൊക്കെ ഉണ്ടാക്കി അംബേദ്കറുടെ സമാധി സ്ഥലമായ നാഗ്പൂർ വെച്ചിട്ട് തന്നെ അത് അതിൻ്റെ മറാഠിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുള്ള കോപ്പികൾ റിലീസ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു മലയാളം കോപ്പി കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയൊക്കെ ഉണ്ടായി. ശരിക്കും അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. കുട്ടനാട്ടിലൊക്കെ ഞാനത് ആ ലേഖയെ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ട് ഒരു ദിവസം അവിടെ ഒരു സഖാവിൻ്റെ വീട്ടിൽ തങ്ങും വേണ്ട രാത്രിയുണ്ട് 2 പാർട്ടി സഖാക്കൾ, CPMൻ്റെ 2 സഖാക്കൾ വന്നിരിക്കുന്നു. അവരക്ഷരാർത്ഥത്തിൽ കരയാണ്. അവരാണ് ഞങ്ങൾക്ക് സഖാവ് ഇതൊന്നും അറിയുമായിരുന്നില്ല. അതായത് അംബേദ്കർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഇങ്ങനെ ബ്രിട്ടീഷ് ഏജൻ്റ് എന്നുള്ള രീതിയിൽ അവഗണിക്കപ്പെടേണ്ട ഒരാളെന്ന രീതിയിലാണ് മനസ്സിലാക്കപ്പെട്ടിരുന്നതേ. അപ്പോൾ അംബേദ്കറിൻ്റെ യഥാർത്ഥ സംഭാവന എന്താണ്, ആളെന്താണ് അന്വേഷിക്കുക എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് അങ്ങനെ അതിൻ്റെയൊക്കെ തുടർച്ച എന്ന രീതിയിലാണ് ഞങ്ങളന്ന് അവിടെ ഒരു ജാതിക്കെതിരായിട്ടുള്ളൊരു വലിയൊരു പ്രസ്ഥാനം എന്ന രീതിയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നിന്നുള്ള 2 പ്രചരണ ജാഥകൾ ആരംഭിക്കുന്നു. അത് വൈക്കത്ത് വന്ന് സമാപിച്ചിട്ട് അവിടെ വച്ചിട്ട് മനുസ്മൃതി കത്തിക്കുക എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ് ഇടുന്നത്. അപ്പോൾ അതിൽ പാർട്ടികളൊക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്നത്, എങ്കിലും സ്ത്രീ പ്രസ്ഥാനത്തിൻ്റെ കൂടി ഒരു പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തത്തോടു കൂടിയുള്ള ഈ മാനുഷിയുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ മാനുഷിയുടെ പ്രവർത്തകരാണ് ശരിക്കും അതൊന്നവിടെ കത്തിക്കുന്നത്. മണിയൊക്കെ കൂടിയാണ് അത് കത്തിക്കുന്നത് അവിടെ വച്ചിട്ട്. അത് പിന്നീട് ഒരു ഇല്ലാത്ത ചാർജിലേക്കൊക്കെ നീങ്ങി ഒരു വലിയ പ്രശ്നമൊക്കെ മാറി, കുറേ നാൾ നീണ്ടു നിൽക്കുന്ന കേസായി അതിലൊക്കെ വലിയ കേസൊക്കെ മാറി എന്നുള്ളത് ശരിയാണ്. എങ്കിലും അതൊരു നല്ല സംഭവമായിരുന്നു ശരിക്കും അത്. അപ്പോൾ ജാതിക്കെതിരായിട്ടും ഇങ്ങനെ പുരുഷ മേധാവിത്വത്തിനെതിരായിട്ടുള്ള 2 പ്രശ്നങ്ങളെന്ന് ആ കാലഘട്ടത്തിൽ ഏറ്റെടുക്കുകയുണ്ടായി. പക്ഷെ അത് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നെ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ തുറന്നു പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അനലൈസ് ചെയ്യാറുണ്ട്. നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടില്ല. നമ്മളതിനെ ഇപ്പോൾ പട്ടാമ്പിയിലെ മാനുഷിയും തൃശ്ശൂർ മണിച്ചേച്ചിയൊക്കെ നേർത്തെടുത്തിട്ടുള്ള മാനുഷിയും ഒന്നായി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു ശരിക്കും. രണ്ട് മേഖലയുള്ള ഇപ്പോൾ വൈക്കം സമരം, ഈ മനുസ്മൃതി കത്തിക്കൽ പോലുള്ള സമരങ്ങൾ ചിലപ്പോൾ മണിച്ചേച്ചി പോലുള്ള ആൾക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് ക്രിയേറ്റിവിറ്റിയുടെയും നാടകത്തിൻ്റെയും എഴുത്തിൻ്റെയൊക്കെ മേഖലയിലുള്ള കുറേയധികം കാര്യങ്ങൾ പട്ടാമ്പിയിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് ഏറ്റവും പ്രകടമായിട്ട് വെച്ചാൽ എഴുത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ സാറ ടീച്ചറൊക്കെ മാറുന്നത് ഇതിന് ശേഷമാണ്. അതിന് മുമ്പ് എഴുതിയിരുന്ന കഥകൾ പോലെയല്ല പിന്നീട് വരുന്ന കഥകളും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അത് അവർക്കുള്ള സ്പേസ് കണ്ടെത്തിയിട്ട് നമുക്കതിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കിപ്പോഴും ആലോചിക്കാവുന്നൊരു കാര്യമായി തോന്നുന്നുണ്ട്. അല്ല, അപ്പോൾ ഞാൻ പറഞ്ഞതിപ്പോൾ ഇപ്പോൾ മണിയും കൂട്ടരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ പ്രവർത്തനങ്ങൾ എപ്പോഴും തുടരേണ്ടതുണ്ട്. ഇഷ്ടംപോലെ സംഭവങ്ങൾ കൂടെ ഉണ്ടാവുന്നുണ്ടേ. പല കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ നല്ല ഫലം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ കുറേ ഓരോ ഏരിയയിലും കുറേ സംഭവങ്ങളൊക്കെ ഇടപെട്ട് വരും. ആ ഏരിയയിൽ തന്നെ അന്തരീക്ഷത്തിൽ മാറ്റം വരും. അത്തരം പ്രവർത്തനങ്ങൾ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇതുപോലെ വളരെയധികം പുറത്തേക്ക് വരാൻ അവരെ സഹായിച്ച ഒരു സമരമായിരുന്നു തങ്കമണി സമരം. സ്ത്രീകൾ മാത്രമുള്ള സംഘം ഇടുക്കിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെ അവിടെ പോവുകയും അത് വലിയ ഇഷ്യൂ ആക്കിയിട്ട് കൊണ്ടുവരികയും ചെയ്ത്
അപ്പോൾ അത്തരം വിവിധ മേഖലകളിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുപക്ഷെ അതിനന്ന് പ്രത്യയശാസ്ത്രപരമായിട്ട് സംസാരിക്കുന്ന നമ്മളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് തന്നെയോ അത് ഉണ്ടായിട്ടില്ല തോന്നുന്നു. അതെ അതെ അതിപ്പോഴും സാധ്യതയുള്ള സംഗതിയാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ശരിക്കും നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലാത്ത ജാതി പ്രശ്നം, നേരത്തെ പറഞ്ഞ പോലെ അംബേദ്കറുടെ നിലപാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് ജാതി വിരുദ്ധ പ്രസ്ഥാനത്തിന് KVക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് തുടക്കം ഉണ്ടായല്ലോ. അതുപോലെ തന്നെ പരിസ്ഥിതി മേഖലയിലുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു 4 വിഷയങ്ങളാണ്: ദേശീയ പ്രശ്നം, സ്ത്രീകളുടെ വിഷയം, ദളിത് ആദിവാസി പ്രശ്നങ്ങൾ, പരിസ്ഥിതി. ഇത് 4മാണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള വർഗീയതരായിട്ടുള്ള പ്രവർത്തനങ്ങൾ തോന്നുന്നു അല്ലേ? പാർട്ടിയുടെ മുൻകൈ തന്നെ പാർട്ടിയിലായിരുന്ന സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്ന പിന്നെ ഒരു ദളിത് ഒരു ആദിവാസി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന സലീംകുമാറിനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ മേഖലയിലൊരു സംഘടന രൂപീകരിക്കാൻ. അധസ്ഥിത നവോത്ഥാന മുന്നണി എന്നുള്ള ഒരു സംഘടന രൂപീകരിക്കാനുള്ള പാർട്ടി തീരുമാനം എടുക്കുന്നത് സലീംകുമാർ അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സലീംകുമാർ അത് അവകാശപ്പെടാറുണ്ട്, അത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സംഘടിപ്പിച്ചതാണെന്നും പറഞ്ഞുകൊണ്ടാണ് അടുത്ത കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നേരത്തെ മാനുഷിയുടെ കാര്യത്തിലുണ്ടായ പോലെ തന്നെയാണ് ഒരു ഇതാണ്. പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, ഞങ്ങളാണ് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതെന്ന് സാറാ ജോസഫ് കൂടി പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ സലീംകുമാറും പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിൻ്റെ വേറെ രീതി കാണേണ്ട. വസ്തുതാപരമായി പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ടായെന്നുള്ള വേറെ വസ്തുത നിൽക്കുന്നുണ്ട്. പക്ഷെ അത് പാർട്ടി അവകാശപ്പെട്ട് സ്ഥാപിക്കാനും ശ്രമിക്കേണ്ട കാര്യമുള്ളതല്ല. ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ അതങ്ങനെ ഉണ്ടായെന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ രീതിയിൽ കുറെ മുന്നോട്ട് വേണ്ടി. പിന്നെ അതിന് പുറത്തും കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഈ ദളിത് മേഖലയിലൊക്കെ തന്നെ ആ രീതിയിൽ ഇപ്പോൾ ഈ മറ്റേ സണ്ണി കബിക്കാട് പോലുള്ളവരും അവരൊക്കെ തന്നെ ആ മേഖലയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ദളിത് മുൻകൈയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം പോലുള്ളതിന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേറെ ചില ഗ്രൂപ്പുകൾ സജീവമായിട്ട് ആദിവാസി സമരത്തിൽ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾക്ക് ശരിക്കും അടിത്തറ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ML പ്രസ്ഥാനം ആരംഭിച്ചു വെച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയാണ് അതെല്ലാം തന്നെ എന്നുള്ള രീതിയിൽ കാണാവുന്നതാണ്. അതിൽ ഈ ഒരു ജാതിയായിട്ട് ബന്ധപ്പെട്ട്, ജാതി മതന്യൂനപക്ഷങ്ങളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്വത്ത് രാഷ്ട്രീയം എന്ന ആൾക്കാർ കളിയാക്കുന്ന രീതിയിൽ പറയുമല്ലോ. അത് സ്വത്വം തന്നെയാണ്, ഈ ആൾക്കാരുടെ സ്വത്വം തന്നെയാണ്. ഈ സ്വത്വത്തിന് നമ്മൾ സർവ്വദേശീയത കൊണ്ട് മാച്ചു കളയാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഡിസ്കസ് ചെയ്യുന്നത്. അതെ. അപ്പോൾ അതിനെ നമ്മൾ അന്ന് ന്യായീകരിക്കുക ചെയ്തിരുന്നത്. ഉദാഹരണത്തിന് ഈ മറ്റേ UP SP BSP പാർട്ടികളൊക്കെ രൂപം കൊണ്ടിരുത്തല്ലോ. അതിനൊക്കെ അപ്പം അന്ന് പാർട്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് അതിനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ ഗൗരിയമ്മയുടെ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങനെ ശരിക്ക് അവരുടെ ഇതാണ് അതിന് പ്രചോദനം നൽകുന്നത്. അന്ന് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ ജാതി പ്രസ്ഥാനങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാൻ ശ്രമിക്കേണ്ടേ. ഇപ്പം ഞാനതിന് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് പറയണ്ടേ, ഒരു സവർണ്ണ മേധാവിത്വമുള്ളൊരു സമൂഹത്തിൽ ദളിത് പിന്നോക്ക ജാതി പ്രസ്ഥാനങ്ങൾ തന്നെയാണ് അതിന് വിപ്ലവപരമായ സ്വഭാവമുള്ളത്. സവർണാധിപത്യത്തെ തകർക്കാൻ അതേ കഴിയുള്ളൂ. കാരണം രാഷ്ട്രീയ അധികാരത്തിൻ്റെ പങ്കാളിത്തം ദളിതര് പിന്നോക്കക്കാരെന്ന രീതിയിൽ തന്നെ അവർ പിടിച്ചു പറ്റണം. അധികാരത്തിൻ്റെ ഷെയറാണ് അവർ പറ്റുന്നതേ. അത് നേടിയെടുക്കുന്നത് വിപ്ലവപരം തന്നെയാണ്. അതാണ് ഗൗരിയമ്മയുടെ കൂടെ കുറച്ച് കാലം പ്രവർത്തിക്കുമ്പോൾ അതാണ് നിലപാടുണ്ടായിരുന്നത്. അതെ. അത് ഞാനങ്ങനെ വിശദീകരിക്കുകയും ചെയ്യണ്ട. EMS അതിന് ഗൗരിയമ്മയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മുൻകൈ എടുത്ത് തയ്യാറാക്കി റെസിറ്റിട്ടുണ്ട്. അതിന് മറുപടി പോലെ EMS ദേശാഭിമാനിൽ 2 ദിവസമായിട്ട് നീണ്ട ലേഖനം എഴുതുന്നുണ്ടായി. അതിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയുണ്ടായി, ജാതി രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയെന്നൊക്കെ വേണ്ടേ. അപ്പോൾ അന്നതിന് ഞാൻ വീണ്ടും മറുപടി പറയുകയുണ്ടായി. ആ മറുപടിക്ക് പിന്നെ EMS മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല. ദേശാഭിമാനി ലേഖനം ഇങ്ങനെ അവിടെ അവസാനിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അത് ഒരു വല്ല സജീവ രാഷ്ട്രീയ വിഷയമായിട്ട് മാറുകയുണ്ടായി. ജാതി പ്രശ്നം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള വിഷയം അന്നത്തെ അതിൽ കൂടിയാണ് നമ്മൾ പൊന്നിച്ചോട്ട് വരുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു ഘടകമായി മാറുകയും ചെയ്യണ്ടായി. സ്ത്രീ വിമോചന പ്രശ്നം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് പുറത്ത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും പുറത്തും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അതിന് കഴിയുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണെന്ന് പറയാൻ പാർട്ടിക്കകത്ത് നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു അരുതായികയാണ്. അങ്ങനെ പറയാൻ പറ്റുന്നുള്ളൊരു രീതിയിലുള്ള സംഗതി ഉണ്ടെന്ന്. പരിസ്ഥിതി പ്രശ്നങ്ങളും അങ്ങനെ തന്നെയല്ലേ, പരിസ്ഥിതി വികസന പ്രശ്നങ്ങൾ. അതിപ്പോൾ പരിസ്ഥിതി കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും നടപ്പാക്കുന്ന നയങ്ങൾ ശരിക്കും മനുഷ്യവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ നടപ്പാക്കുന്നുണ്ടല്ലോ. അപ്പം അതും വർഗീയതരമായിട്ടുള്ള സമൂഹത്തിന് മൊത്തം ബാധിക്കുന്നത്. ഖനികളിൽ ഉരുകിത്തിളയ്ക്കുന്ന ലോഹങ്ങളിൽ നിന്ന് ഒരു പുതുവിഗ്രഹവും ഉയർന്നു വരുന്നില്ല. മലമുകളിൽ നിന്ന്
ഒരാളും ഒന്നും പ്രവചിക്കുന്നില്ല. മെഴുകുതിരി പോലെ കത്തുന്ന മുറിവുകളിൽ നിന്ന് ഒരു ദൈവവും എത്തി നോക്കുന്നില്ല. മൗനത്തിൻ്റെ വൈദ്യുതീകരിക്കപ്പെട്ട ഉൾത്തോടിൽ നിന്ന് ഒരിടിമിന്നലും മഴ കൊണ്ടുവരുന്നില്ല. ദൈവവിഗ്രഹം രൂപപ്പെടുത്തുന്ന വിരലുകൾ വിഗ്രഹമുഖത്ത് പിശാചിൻ്റെ കണ്ണുകൾ കണ്ട് അമ്പരന്ന് പതറുന്നു.